വെൽക്കം ബാക്ക് ടു ബിൻ സ്ക്വാഡ്. ഇന്നൊരു ചിക്കൻ കറി റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3 തക്കാളി, 4 മീഡിയം സൈസ് സവാള, 2 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് മല്ലിയില, 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, ഗ്രാമ്പൂ പട്ട ഏലക്കായ 2 എണ്ണം വീതം, ഓയിൽ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സ്ലൈസ് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായി മിക്സ് ചെയ്യുക. വഴഞ്ഞു വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. കുറച്ച് സമയം ഇത് അടച്ചു വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനാണിത്. ഇപ്പോൾ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മളിവിടെ സവാളയിലേക്ക് ആദ്യമായി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 2 മിനിറ്റോളം നമ്മളിത് വഴറ്റുക. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്, വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഗ്രാമ്പൂ പട്ട ഏലക്കായ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. ഈ തക്കാളി വെന്ത് കിട്ടുന്നതിനായി നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മതി, കാരണം നമ്മളിവിടെ ചിക്കൻ മസാല കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഏകദേശം ഒരു 4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. മസാലകളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് നമ്മൾ ചിക്കൻ ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടുതലായി പോവരുത്, കാരണം ഇത് അടച്ചു വെക്കുമ്പോൾ വെള്ളം ഇതിൽ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/2 മണിക്കൂറോളം നമ്മളിത് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യണം. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊരു
ചെറുതായി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ട് വെതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം അടച്ചു വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഇപ്പോൾ ഇതിവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.